ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നൊയമ്പ് കാലഘട്ടം നമ്മെ സമീപിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ കുറച്ചുകൂടി ദൈവവുമായി ചേർന്ന് ചിന്തിക്കുവാൻ, ജീവിക്കുവാനുള്ള കാലഘട്ടം. വളരെ നാളുകളായി നൊയമ്പ് ആചരിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഓരോ നൊയമ്പ് കാലവും നമ്മെ സമീപിച്ച് നമ്മോട് ചേർന്ന് നടന്ന് നമ്മെ അഭിമുഖീകരിച്ച് കടന്നു പോകുമ്പോൾ നൊയമ്പിൽ നിന്ന് എന്ത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നൊയമ്പ് ആചരണത്തിലൂടെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഗലീലെ കാനാവിൽ നിർവഹിക്കപ്പെട്ട ആദ്യത്തെ അത്ഭുതത്തിന്റെ ആ സംഭവം, അവിടെ കൽഭരണികളിൽ നിറയ്ക്കുന്നതായ പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തിയ അനുഭവം നാം വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ നിർവഹിച്ച ആദ്യത്തെ അത്ഭുതം, ആദ്യ അടയാളം, അവിടെ ആ കൽഭരണികളിൽ നിറച്ചതായ വെള്ളം മേൽത്തരമായ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം പോലെ നൊയമ്പ് കാലഘട്ടത്തിൽ ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു രൂപമാറ്റം ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അതെ, നൊയമ്പ് രൂപാന്തരപ്പെടുത്തുവാനുള്ള കാലഘട്ടമാണ്. കൽഭരണികൾ കാസകളാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ കൽഭരണികളിൽ നിറച്ചതായ പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു രൂപാന്തരത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുവാൻ സാധിക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, മനുഷ്യരെ സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ ഈ നൊയമ്പ് കാലഘട്ടം നമുക്ക് സാധിക്കണം. ഒന്നാമതായി പ്രാർത്ഥന. നൊയമ്പ് സമയത്ത് നാം ദൈവത്തോട് കൂടുതൽ അടുത്തു പോകുവാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ തിരിച്ചറിയുവാനുള്ള ഒരു വഴി കൂടിയാണ് പ്രാർത്ഥന. പ്രാർത്ഥന മനസ്സിനെ ശാന്തമാക്കുകയും തെറ്റുകളും പാഴ്വഴികളും തിരിച്ചറിയുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. 2. ഉപവാസം. ഉപവാസം വെറും ഒരു ഭക്ഷണം കുറയ്ക്കൽ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധമാക്കുവാനുള്ള ശ്രമമാണ്. ഇതിലൂടെ നാം ആത്മസമ്പന്നരാകുകയും ദുർബലരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഉപവാസം നമുക്ക് ആത്മശക്തിയും ധൈര്യവും വളർത്തുന്നു. 3. കരുണയും സേവനവും. നൊയമ്പ് കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മറ്റുള്ളവരെ സഹായിക്കുക. ദുർബലർക്കായി ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ വലിയ പ്രാധാന്യമാണ്. ഈ സേവനങ്ങൾ നമ്മെ ദൈവത്തോടും മനുഷ്യരോടും ബന്ധിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ കരുണയും സഹിഷ്ണുതയും വളർത്തുന്നു. നൊയമ്പ് സമയം നമ്മെ ആത്മീകമായി വളരുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ, സഹിഷ്ണുതയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.